Hello. Welcome to Market Discussion of the Day. Today, October 23rd, 2025, Thursday ആണ്. സോ നമുക്കറിയാം മാർക്കറ്റ് ഭയങ്കര വൈൽഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് ആൾക്കാർ ഭയങ്കരമായ കൺഫ്യൂഷനിലാണ്. ഒരുപാട് ആൾക്കാർക്ക് ഓപ്പൺ പൊസിഷൻസ് ഉണ്ട്. പല ആൾക്കാരുടെയും എന്താ പറയുക, ക്യാപിറ്റൽ ഫുള്ളായിട്ട് അടിച്ചുപോയി അല്ലേ ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത്. സോ അങ്ങനെ ഒരു ഭയങ്കര അൺസേർട്ടൻ ആയിട്ട് നിൽക്കുന്ന ഒരു മാർക്കറ്റ്, ഒരു വൈൽഡസ്റ്റ് മാർക്കറ്റ് മൂവ്മെൻറ്റ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും വൈൽഡസ്റ്റ് മൂവ്മെൻ്റ് ആയിരുന്നു മെനഞ്ഞാന്ന് കണ്ടത്. ഓൾമോസ്റ്റ് 3000 പിപ്പാണ് ഒരു ദിവസം മാത്രം, അതായത് 21 മാത്രം ഓടിയത്. സോ ഒരു 24 hours മാത്രം 4000 പിപ്പിൻ്റെ മൂവ്മെൻറ്റ്, അതായത് 0.1 ലോട്ട് എടുത്ത ഒരാൾക്ക് 4000, 0.1 ലോട്ട് ബൈ എടുത്തുള്ള ഒരാൾക്ക് $4000 ലോസ് വരെ ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, സോ അത് മെനഞ്ഞാന്നാണ് അത് സംഭവിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ വൈൽഡ് മൂവ്മെൻ്റ് ഉള്ള സമയത്ത് തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കുക, ഗോൾഡിൽ നിന്നൊക്കെ മാറി നിൽക്കുക. ഇതാണ് ഞാൻ എല്ലാ ദിവസവും പറയുന്ന കാര്യവും അത് തന്നെയാണ്. ഓക്കെ, സോ ബട്ട് ഇന്നും മാർക്കറ്റ് നല്ല രീതിയിലുള്ള വോളറ്റാലിറ്റി ഉണ്ടായിരുന്നു. സോ ഇന്ന് നമുക്ക് ഗോൾഡിൻ്റെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ, സോ ഇന്നലെ എന്താ പറയുക, നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് തന്നെ ഇന്നും നടന്നിട്ടുണ്ട്. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഒരു 40-60 ഗോൾഡിൻ്റെ സാധാ മൂവ്മെൻറ്റിൻ്റെ ഒരു 60-70 700 പിപ്പോളം ഇന്ന് തന്നെ മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എവിടെയാണ് ഒരു ബൈ പോയിന്റ്, എവിടെയാണ് ഒരു സെൽ എൻട്രി, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നൊന്നും നമുക്ക് ഒരു ഐഡിയ കിട്ടാത്ത ഐഡിയ തരാത്ത രീതിയിലാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബെറ്റർ സ്റ്റേ അവേ ഫ്രം ദ മാർക്കറ്റ്. നമുക്ക് മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഗോൾഡിൽ ഏറ്റവും, നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷനും നമ്മളുടെ ഇമോഷനും എല്ലാം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു പോവുകയാണ്. കാരണം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ലോസുകൾ ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ പൊട്ടന് ലോട്ടറി അടിച്ചതുപോലെ ചിലപ്പോൾ 1-2 പ്രോഫിറ്റ് കിട്ടുമായിരിക്കും. പക്ഷേ എന്താ പറയുക, അത് അൾട്ടിമേറ്റ്ലി നമ്മളൊരു ലോസിൽ തന്നെ അവസാനിക്കാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അത്ര വൈൽഡാണ് മാർക്കറ്റ് എന്നുള്ളൊരു കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കി. വേറെ GBP USD, JPY, Euro USD, ഇതിലൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. എന്തിനാണ് വെറുതെ ഗോൾഡിൽ തന്നെ വീണ്ടും ചെയ്യണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്നത്, അല്ലേ? സോ ബേസിക്കലി കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകളെ പറ്റി ഫസ്റ്റിൽ പറഞ്ഞു പോവാം. സോ ഇന്ന് നമുക്ക് വ്യാഴാഴ്ച ആയതുകൊണ്ടിട്ട് തന്നെ ഫസ്റ്റിൽ നമുക്ക് എല്ലാ വ്യാഴാഴ്ചയും വരുന്ന ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് ഈ പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. ആ ഒരു സമയത്തൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും ഉറപ്പായിട്ടും. സോ ആ ഒരു സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഉച്ചയ്ക്ക് UK ടൈമിംഗ് 1:30 മണിക്കാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യൻ ടൈമിംഗ് ഒരു 6 മണിക്ക് ശേഷമാണ് ഈ ഒരു പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. എനിക്ക് തോന്നുന്നു 6 മണിക്കായിരിക്കും. ഓക്കെ, അതിനുശേഷം എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഉണ്ട്. അതും എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. ഓക്കെ, പക്ഷെ നാളെ നമുക്ക് കംപ്ലീറ്റ്ലി മാറി നിൽക്കേണ്ട ഒരു ദിവസമാണ്. വൈകുന്നേരം നമുക്ക് CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. ഇന്ത്യൻ ടൈമിംഗ് 6 മണിക്ക് CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. UK ടൈമിംഗ് 1:30 മണിക്കാണ് ഈ ഒരു പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. ഇത് നമുക്ക് പണി തരാനായിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. ഓക്കെ, സോ ബേസിക്കലി CPIയുടെ സമയത്ത് അതിന് മുന്നേ ആയിട്ട് 1-2 മണിക്കൂർ മുന്നേ ആയിട്ട് മാറി നിൽക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ചെയ്യുക. ഓപ്പൺ പൊസിഷൻസ് ഇല്ലാതിരിക്കുക. കാരണം ഈ ഒരു വൈൽഡസ്റ്റ് മൂവ്മെൻറ്റിനകത്ത് ഈ ആഴ്ച ഒരു മേജർ ന്യൂസ് പോലും, മേജർ ഈവൻറ്റ്സ് പോലും ഇല്ലായിരുന്നു ഗോൾഡിനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന. ഓക്കെ, സോ എന്നിട്ട് പോലും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു CPIയും കൂടെ വന്നു കഴിഞ്ഞാലുള്ള സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് നമുക്ക് ഒരിക്കലും നമ്മളുടെ കയ്യിൽ നിൽക്കാത്ത രീതിയിൽ ഉള്ളൊരു മാർക്കറ്റ് ആയിരിക്കും. കാരണം 4380 നിന്ന് മാർക്കറ്റ് പോയത് 4000-ലോട്ട്, ഓൾമോസ്റ്റ് 4000 പിപ്പിൻ്റെ മൂവ്മെൻറ്റ്, 3800 പിപ്പിൻ്റെ മൂവ്മെൻറ്റാണ് കഴിഞ്ഞ 4 ദിവസമായിട്ട് മാർക്കറ്റിലുണ്ടായിട്ടുള്ളത്, കഴിഞ്ഞ 3 ദിവസമായിട്ട് മാർക്കറ്റിലുണ്ടായിട്ടുള്ളത്. ഓക്കെ, സോ ബേസിക്കലി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 1-2 വർഷം, 2 വർഷം എടുത്തിട്ടുള്ള മൂവ്മെൻ്റാണ് ആക്ച്വലി ഇവിടെ നടന്നിട്ടുള്ളതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പുതിയ ട്രേഡേഴ്സിന് ചിലപ്പം ഗോൾഡ് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നതെന്നൊരു ഡൗട്ട് ഉണ്ടാവും. ഇങ്ങനെയല്ല ബിഹേവ് ചെയ്യുന്നത്. ഗോൾഡ് ഒരു വർഷം കൊണ്ടിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു 4000 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ആ ഒരു മൂവ്മെൻ്റാണ് കഴിഞ്ഞ 3 ദിവസത്തിൽ നടന്നത്. അതുകൊണ്ട് ഭയങ്കര വൈൽഡായിട്ടുള്ളൊരു മാർക്കറ്റ്, ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഭ്രാന്തന്മാരുടെ അടുത്ത് പോകരുത് നമ്മൾ പറയൂലേ. സോ അതുകൊണ്ടിട്ട് ഗോൾഡിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടിട്ട് ഗോൾഡിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. അതാണ് ഫസ്റ്റ് എനിക്ക് ഉള്ള റെക്കമെൻഡേഷൻ എല്ലാവരുടെ അടുത്തും പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ
നമുക്ക് അതിനുശേഷം നമുക്ക് ഒരു ന്യൂസ് കൂടെ ഉണ്ട്. ന്യൂ ഹോം സെയിൽസിൻ്റെ ന്യൂസ് ഉണ്ട്. 3 മണിക്കാണ് UK ടൈമിംഗ് 3 മണിക്കാണ് ഒരു ന്യൂസ് വരുന്നത്. സോ ഇതൊക്കെയാണ് നമുക്ക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. നാളെ കംപ്ലീറ്റ്ലി മാറി നിൽക്കുക, മാർക്കറ്റിൽ പോയി സ്റ്റക്ക് ആവാതിരിക്കുക ഇന്നത്തെ ദിവസം. ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. പൊളിറ്റിക്കൽ സൈഡിലുള്ള ന്യൂസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റും US പ്രസിഡന്റും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച, ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പോസ്റ്റ്പോണ്ട് ചെയ്തു. ഒരു കൃത്യമായിട്ടൊരു ധാരണയില്ലാതെ മീറ്റിംഗ് വെക്കണ്ട എന്നുള്ളൊരു കാര്യമാണ് US പ്രസിഡന്റ് ഇന്നലെ അനൗൺസ് ചെയ്തത്. ഓക്കെ, സോ ബേസിക്കലി അപ്പോൾ എന്താ പറയുക, ഇതൊക്കെയാണ് നമുക്ക് പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകൾ ഉള്ളത്. ഉറപ്പായിട്ടും നമുക്ക് വീക്കെൻഡിൽ വേറെ പൊളിറ്റിക്കൽ ന്യൂസുകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അതേപോലെ ഈ കഴിഞ്ഞ വീക്കെൻഡിൽ നമുക്ക് എല്ലാവർക്കും അറിയാം റഷ്യ ഉക്രൈൻ ഹമാസ് ഗാസ, അതേപോലെ ഇസ്രയേൽ ഗാസയിൽ വീണ്ടും എന്താ പറയുക അവിടെ ആക്രമണം നടത്തി സീസ് ഫയറിന് ശേഷം. സോ അങ്ങനത്തുള്ള കുറേ കാര്യങ്ങളൊക്കെ വീക്കെൻഡിൽ നടന്നിട്ടുണ്ട്. അതേപോലെ ഈ ഒരു വീക്കെൻഡിൽ നമ്മളത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം മാർക്കറ്റിനെ. പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ കൗണ്ടറിൽ ഇതിലെല്ലാം ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമ്മൾ ടെക്നിക്കൽ സൈഡിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളുടെ പുതിയ ബാച്ച് ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ചാണ്. അടുത്ത ആഴ്ച വീണ്ടും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടാണ് ഈ ഒരു ക്ലാസ് നടക്കുന്നത്. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. സോ ഈ ഒരു ക്ലാസ് എന്താ പറയുക, ഈ ഒരു പർട്ടിക്കുലർ സമയത്ത് രാത്രി 7:30ക്കും 10:30ക്കും ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം കുറേ ആൾക്കാർ വെറുതെ വന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് ഫ്രീ ആയിട്ട് ആയതുകൊണ്ടിട്ട് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ അത് പറഞ്ഞത്. ഓക്കെ, സോ നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് ബേസിക്കലി പോകാം. ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞു പോകാം. കാരണം ഒരുപാട് ആൾക്കാർ നല്ല ബ്രോക്കർ നോക്കുന്നുണ്ട്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റെഗുലേഷൻസും ഉള്ള ബ്രോക്കറാണ്. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബ്രോക്കറിനെ നോക്കുമ്പോൾ നമ്മളത് റെഗുലേറ്റഡ് ആണ്, എവിടെയൊക്കെയാണ് റെഗുലേറ്റഡ് ആണെന്നുള്ളൊരു കാര്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ടത്. എവിടെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ റെഗുലേഷനുള്ള UK ബേസ് ചെയ്തിട്ടുള്ള, UAE ബേസ് ചെയ്തിട്ടുള്ള, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കണം. സോ സ്റ്റാർ ട്രേഡറിനകത്ത് നോക്കുകയാണെങ്കിൽ UAE ബേസ് ചെയ്തിട്ടുള്ള SCAD റെഗുലേഷൻ ഉണ്ട്, FCAയുടെ റെഗുലേഷൻ ഉണ്ട്, UK ബേസ് ചെയ്തിട്ടുള്ള, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെ റെഗുലേഷനും സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻസും ഉള്ള ബ്രോക്കറാണ്. വേറെ കുറേ റെഗുലേഷൻസ് ഉള്ള ബ്രോക്കറാണ്. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ $100,000 വരെ നമുക്ക് ലോയിഡ്സ് ബാങ്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അഡീഷണൽ ബെനിഫിറ്റ് ആണ്. ഓക്കെ, സോ നമ്മളുടെ അതായത് ഇപ്പം സപ്പോസ് കമ്പനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഫണ്ട് നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അതിൻ്റെ കൂടെ ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. അതിൻ്റെ കൂടെ ഡെപ്പോസിറ്റ് ബോണസ്, നല്ല രീതിയിലുള്ള ഡെപ്പോസിറ്റ് ബോണസ്, ആദ്യത്തെ $1,000 വരെയുള്ള അതിൻ്റെ 100% ഡെപ്പോസിറ്റും സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റ് എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും 20% ബോണസുമാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. യൂറോപ്യൻ ക്ലയൻസിന്, ഇന്ത്യൻ ക്ലയൻസിന് ഫസ്റ്റ് ഡെപ്പോസിറ്റിൻ്റെ ആദ്യത്തെ $500 50%, ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ 20% നമുക്ക് ബോണസായിട്ട് കിട്ടും. എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും നമുക്ക് 20% ബോണസ് അവർ തരികയും ചെയ്യും. ഓക്കെ, സോ സ്റ്റാർ ട്രേഡറിൽ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് വിഡ്രോവൽസും അതേപോലെ ഡെപ്പോസിറ്റും എല്ലാം ഭയങ്കര ഫാസ്റ്റായിരിക്കും. വിഡ്രോവൽസ് ഒക്കെ നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ദിവസം, എനിക്കൊക്കെ അന്നത്തെ ദിവസം തന്നെ കിട്ടുന്നുണ്ട്. ക്രിപ്റ്റോ ത്രൂ ഉള്ള വിഡ്രോവൽസും ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സ്റ്റാർ ട്രേഡറിൽ നിങ്ങൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആപ്പ് ത്രൂ ചെയ്യുന്ന ആൾക്കാർക്ക് എൻ്റെ രജിസ്ട്രേഷൻ, എൻ്റെ റെഫറൻസ് കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ത്രൂ ചെയ്തിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 മാസം കഴിയുമ്പോൾ എനിക്ക് ഡയറക്റ്റ്ലി തരാൻ പറ്റുന്ന കുറച്ച് ഓഫേഴ്സിനെ കുറിച്ചും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പം നമുക്ക് നമ്മുടെ JPY, ഫസ്റ്റ് ഓഫ് ഓൾ USD JPYയിലോട്ട് തന്നെ പോവാം. സോ JPY നമുക്ക് 152.409 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. സോ ബേസിക്കലി JPY ഇന്നലെ
അവസാനിച്ചത് 152 മുകളിലല്ല, 152 താഴെയാണ്. പക്ഷേ ഇന്ന് ഏഷ്യ ഓപ്പൺ ആയപ്പോഴും അതേപോലെ തന്നെ യൂറോപ്പ് ഓപ്പൺ ആയപ്പോഴും 152 മുകളിലായതുകൊണ്ടിട്ട് തന്നെ 152 മുകളിലായി എന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഉറപ്പിക്കാം. സോ നമുക്ക് 152 അവിടെ മാർക്കറ്റ് വീണ് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു 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 ക്യാൻഡിൽ പോലും 152 താഴെ സ്റ്റാർട്ട് ചെയ്യാതിരിക്കണം. ഓക്കെ, അങ്ങനെ 152 മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് JPYയിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇതാണ് JPYയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. 152 അവിടെ നിന്നുള്ളൊരു ബൈ 151.40 താഴെ സ്റ്റോപ്പ് ലോസ് ഇടണം. അത് നിർബന്ധമായിട്ട് ഇടണം. 40 താഴെയാണ് കേട്ടോ, 40 40 താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ട് നമുക്ക് ആ ഒരു ബൈ എൻട്രി എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നമ്മൾ നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരാം. യൂറോ 1.1594 നിൽക്കുന്ന ഏറ്റവും ബെറ്റർ എൻട്രി 1.1500 തന്നെയാണ്. ഓക്കെ, സോ 1.1600 ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മെനഞ്ഞാന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനത്തുള്ള ആൾക്കാർക്ക് ആവർക്കും തന്നെ സ്റ്റോപ്പ് ലോസ് ഇതുവരെ ഹിറ്റായിട്ടില്ല. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, സോ 1.1600 മുകളിലായിട്ട് 2 മാർക്കറ്റ് ടൈമിങ്ങിൽ മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. 1.1540 താഴെ സ്റ്റോപ്പ് ലോസ് ഇടണം. അത് നിർബന്ധമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോവുകയും ചെയ്യണം. ഓക്കെ, സോ GBPയിൽ വരുമ്പോൾ GBP ഇന്നലെ നമ്മൾ 1.3300 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുള്ള എല്ലാ ആൾക്കാരും മിനിമം ഒരു 70 പിപ്സിൻ്റെ എങ്കിലും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴും പ്രോഫിറ്റിൽ റണ്ണായിട്ടുള്ള ആൾക്കാരുണ്ട്. ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ടേക്ക് പ്രോഫിറ്റ് 3450 അവിടെ നമുക്ക് ടേക്ക് പ്രോഫിറ്റും വെച്ച് നമുക്ക് ട്രേഡ് എടുത്ത് പോകാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടുള്ള ആൾക്കാർ, ആ ഒരു എൻട്രി എടുത്തിട്ടുള്ള ആൾക്കാർ 1.3240 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളതാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം. സോ വീണ്ടും ഇന്ന് നമുക്ക് 1.3300 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്കൊരു ബൈ എൻട്രി എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവാണ്. സോ GBPയിൽ നമുക്ക് വലിയ രീതിയിലുള്ളൊരു എന്താ പറയുക, GBP ഒക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ കുറച്ച് കാലമായിട്ട് കഴിഞ്ഞൊരു ഗോൾഡിൽ ഇങ്ങനത്തുള്ളൊരു മൂവ്മെൻ്റൊക്കെ വൈൽഡസ്റ്റ് മൂവ്മെൻ്റൊക്കെ കണ്ടതിന് ശേഷം ഞാൻ ഗോൾഡിൽ അധികം ട്രേഡ് ചെയ്യാറില്ല. ട്രേഡ് ചെയ്യുമ്പോഴും ഞാൻ വളരെ ചെറിയ ലോട്ട് സൈസേ എടുക്കുന്നുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഞാൻ കൂടുതലും GBPയിലാണ് കൂടുതലും ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, സോ GBPയിൽ ട്രേഡ് ചെയ്യാൻ നേരത്ത് ഉള്ളൊരു ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ഇമോഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലേ? സോ അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നമുക്ക് പ്രോപ്പറായിട്ടുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ടും ഒക്കെ വർക്കാവുന്നുണ്ട്. അതേപോലെ JPYയും വളരെ നല്ലൊരു കറൻസിയാണ് JPY. നമുക്ക് ഈ JPYയുടെയും ഗോൾഡിൻ്റെയും നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ, നല്ല മാർക്കറ്റ് താഴെ കിട്ടുന്ന സമയത്ത് നമുക്ക് അതിനകത്തുനിന്ന് ബൈ ചെയ്ത് പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആക്ച്വലി നമുക്ക് GBPയിൽ മാത്രം ട്രേഡ് ചെയ്യുന്നുണ്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ആക്ച്വലൊക്കെ ഗോൾഡിൽ ഒറ്റ ട്രേഡ് പോരെ നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ, അല്ലേ? സോ കമ്മിങ് ടു ഗോൾഡ്, പ്രത്യേകിച്ച് നോ കമൻറ്റ്സ്, എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, ഗോൾഡിൽ എനിക്ക് ഒന്നും തന്നെ പറയാനില്ല, എനിക്കൊരു പോയിന്റ് പറയാനില്ല. ഓക്കെ, സോ ഇന്ന് നമ്മൾ മാർക്കറ്റിൻ്റെ ഇത് ഇന്നലത്തെ ആയിരുന്നു അല്ലേ? സോ ഇന്നലെ 4014 വരെയാണ് ഇന്നലെ ലോ ബോഡി പോയത്. ഓക്കെ, സോ ഇന്ന് നമുക്ക് മാർക്കറ്റ് 4070 ഒരു സപ്പോർട്ടായിട്ട് പിടിച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, സോ ആ ഒരു 4070 എന്ന് പറയുന്ന ഇവിടുത്തെ ലൈറ്റ്, സോ ഇവിടെ നമ്മൾ അനങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആവും. ഓക്കെ, സോ ഈ പറയുന്ന 4070 അവിടെ നിന്നൊക്കെ വേണം എന്നുള്ള ആൾക്കാർക്ക് ബൈ ചെയ്ത് പോകാം. ഓക്കെ, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ എന്തായാലും ബൈ ഒന്നും എടുക്കുന്നില്ല, ഒന്നും എടുക്കുന്നില്ല. ഞാൻ നമ്മളുടെ ഗോൾഡിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4000 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്ത് പോയിക്കോളാം. 4014 അടുത്തൊക്കെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സോ എനിക്കറിയില്ല ഗോൾഡിൽ എന്താ ചെയ്യേണ്ടത്, സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അറിയാവുന്നൊരു കാര്യം, 4230 എന്ന് പറയുന്നത് ഒരു സോണാണ്. 4230 4230 മുകളിലോട്ട് പോകുന്നുണ്ടോ 4230 താഴെയാണോ മാർക്കറ്റ്?
ഇതാണ് നമ്മൾ ആദ്യമേ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, 4230 താഴെയാണ് എങ്കിൽ നമുക്ക് മാർക്കറ്റ് അവിടുന്ന് താഴോട്ട് പോവുകയും 4230 മുകളിലായിട്ട് മാർക്കറ്റ് കയറി കഴിഞ്ഞാൽ അവിടുന്ന് മുകളിലോട്ട് പോവുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം എനിക്കറിയാം. സോ അങ്ങനെ എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ ആ ഓപ്പർച്യൂണിറ്റി എടുത്ത് പോവുക, ഇല്ലാത്ത പക്ഷം 4000 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ബൈ ഓപ്പർച്യൂണിറ്റി ഇടുക എന്നുള്ളൊരു 2 കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. 4230 മുകളിലായിട്ട് ഏതെങ്കിലും ഒരു മാർക്കറ്റ് ടൈമിൽ പുതിയ ക്യാൻഡിൽ 1 അവർ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്താൽ അവിടെ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും, സെല്ലിങ്ങിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, സെല്ല് ചെയ്യേണ്ട. 4000 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് പോവുകയും ചെയ്യാം. സോ ഇന്നലെയൊക്കെ ലോ പോയല്ലോ, 4020 കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇത് രണ്ടെണ്ണമാണ് എനിക്ക് ബൈ എൻട്രി ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. സെല്ലിലോട്ട് നിൽക്കാതിരിക്കുക. പിന്നെ എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ള, ഓക്കെ, പല ആൾക്കാർക്കും ഗോൾഡ് ട്രേഡ് ചെയ്തില്ലെങ്കിൽ എന്താ പറയുക, ഒരു മാനസികമായിട്ടുള്ളൊരു പ്രശ്നവും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. സോ അവരുടെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, ഓപ്പർച്യൂണിറ്റീസ് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾക്കൊരു ബൈ എൻട്രി ആണെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അടുപ്പിച്ച് നിങ്ങൾ 4 സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പോലും ഒരിക്കലും നിങ്ങളുടെ ഇക്വിറ്റിയിൽ നിന്ന് നിങ്ങളുടെ 20% കൂടുതൽ പൈസ പോകാൻ പാടില്ല. ഓക്കെ, ഈ റൂള് ഞാൻ ഇന്നലെയും പറഞ്ഞ കാര്യമാണ്, ഈ റൂള് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ഇക്വിറ്റിയിൽ നിന്ന് 20%, $10,000 അക്കൗണ്ട് ഉള്ള ഒരാൾ എന്താ പറയുക, ഇപ്പോൾ നമ്മളൊരു ഗോൾഡിലൊരു ബൈ എടുത്ത് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് മിനിമം സ്റ്റോപ്പ് ലോസ് $25 അപ്പം 4 സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 0.1 ലോട്ടിൽ നമുക്ക് $1,000 ലോസ് ആവും, 0.2 ലോട്ടിൽ നമുക്ക് $2,000 ലോസ് ആവും. സോ ബേസിക്കലി $10,000 ഉള്ള ഒരാൾ മാക്സിമം എടുക്കാൻ്റെ ലോട്ട് 0.2 ലോട്ടാണ്. ഓക്കെ, 0.2 ലോട്ട് ഇടാൻ നേരത്ത് നമുക്ക് 4 സ്റ്റോപ്പ് ലോസ് അടിച്ചാലും $25 സ്റ്റോപ്പ് ലോസ് ഇടുന്ന ഒരാൾക്ക് പോലും മാക്സിമം $2,000 ലോസ് ആവത്തുള്ളൂ. സോ ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്ത് ഗോൾഡിൽ ചെയ്ത് അറ്റ്ലീസ്റ്റ് 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റ് വിട്ട് കഴിഞ്ഞാൽ ഈ ഒരു മാർക്കറ്റിനെ നമുക്ക് ഓവർകം ചെയ്ത് പോകാവുന്നതാണ്. നിങ്ങളുടെ സ്ട്രാറ്റജി എന്തോ ആയിക്കോട്ടെ, ഓക്കെ, ഏത് സ്ട്രാറ്റജി ആയിക്കോട്ടെ, ഉറപ്പായിട്ടും സ്ട്രാറ്റജീസ് എല്ലാം നല്ല സ്ട്രാറ്റജീസ് തന്നെയാണ്. എല്ലാ സ്ട്രാറ്റജീസും നല്ലതാണ്. നമ്മൾ ഈ ഒരു ഡിസിപ്ലിൻ പാലിക്കാത്തത് കൊണ്ടിട്ട് മാത്രമാണ് ഓവർ എ പോയിന്റ് ഓഫ് ടൈം നമ്മളൊരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാത്തത്. എന്താണ് സ്റ്റോപ്പ് ലോസ് ഇടാത്തത്? സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം എന്നറിയില്ല അല്ലേ. സ്റ്റോപ്പ് ലോസ് ചില ആൾക്കാർ വെക്കാറില്ല, ടേക്ക് പ്രോഫിറ്റ് വെക്കാറില്ല, ലോട്ട് സൈസ് എങ്ങനെ തീരുമാനിക്കണം എന്നറിയില്ല. സോ ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ബേസിക്കലി നമ്മുടെ മാർക്കറ്റ് അല്ലെങ്കിൽ ഗോൾഡ്, ഏതൊരു മാർക്കറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, സോ അല്ലാതെ സ്ട്രാറ്റജി അല്ല, മാത്തമാറ്റിക്സ് ആണ്. ആ മാത്തമാറ്റിക്സ് നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ ലോങ്ങർ ടേമിൽ നമുക്കൊരു ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാം. അതുകൊണ്ട് സ്റ്റിക്ക് ഓൺ വിത്ത് ദ ബേസിക്സ്, സ്റ്റിക്ക് ഓൺ വിത്ത് ദ പ്രോപ്പർ എന്താ പറയുക, നമ്മുടെ ആ ഒരു സ്ട്രാറ്റജി അല്ല, സ്റ്റിക്ക് ഓൺ വിത്ത് ദ സ്ട്രാറ്റജി. അതായത് 2-3 സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജി മാറ്റുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, സ്റ്റിക്ക് ഓൺ വിത്ത് ദ മാത്തമാറ്റിക്സ്. 1:1.5, 1:2, 1:3 4 സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാലും എൻ്റെ ഇക്വിറ്റിയിൽ നിന്ന് 20% കൂടുതൽ പൈസ പോകാൻ പാടില്ല. അപ്പോൾ ഇങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മേക്ക് ഷുവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലോങ്ങർ ടേമിൽ ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. സോ മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.